നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. എന്ത് സംഭവിച്ചാലും നുണ പറഞ്ഞു പിടിച്ചു നിൽക്കുന്ന കോൺഗ്രസിനെതിരെ ചാട്ടവാർ വീശി രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസിന് കണക്കിന് കൊടുക്കാനുണ്ടായ സന്ദർഭം എന്താണ്? നമുക്ക് അതൊന്ന് പരിശോധിക്കാം. നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പപ്പുമോനും അമ്മച്ചിയും പെട്ടത് എല്ലാവർക്കും അറിയാം. എന്നാൽ രാഹുൽ ഗാന്ധിയും അമ്മച്ചിയും കണ്ണുമടച്ച് വിശ്വസിക്കുന്ന കുറെ കൊങ്ങി കൂട്ടങ്ങളുണ്ടല്ലോ. അവർ ഇനിയും രാഹുൽ ഗാന്ധി തന്നെ തന്റെ തെറ്റ് സമ്മതിച്ചാൽ പോലും അവരത് ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് രാഹുലേ ശരണം എന്ന് പറഞ്ഞ് നിൽക്കും. ഇതാണ് ബോധമില്ലാത്ത കോൺഗ്രസുകാർ. ഇഡി കുറ്റപത്രം സമർപ്പിച്ചതും പപ്പുമോന്റെ വസ്തുക്കൾ കണ്ടുകെട്ടിയതും എല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അടുത്ത ന്യായം ഇഡിയെ കൊണ്ട് മോദി ചെയ്യിപ്പിച്ചതാണ് ഇതെല്ലാം എന്നാണ് അവർ പറയുന്നത്. കഷ്ടം. രാഹുൽ ഗാന്ധിയുടെ മുഖച്ഛായ രക്ഷിക്കാൻ പാടുപെടുന്ന കോൺഗ്രസ് ഏമാന്മാർ. ഈ നുണകളൊക്കെ കേട്ടു നിൽക്കുന്ന നമുക്കായാലും കലി വരും. പിന്നെയാണോ രാജീവ് ചന്ദ്രശേഖറിന്റെ കാര്യം? അപ്പോൾ കോൺഗ്രസുകാർക്ക് കണക്കിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ്. എന്ത് സംഭവിച്ചാലും നുണ പറയുക എന്നതാണ് കോൺഗ്രസിന്റെ ശീലം. അവർ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചേർന്ന് 5000 ഓഹരി ഉടമകളെ കബളിപ്പിച്ച് 2000 കോടിയുടെ സ്വത്ത് വകകൾ തട്ടിയെടുത്ത കേസിലാണ്. തട്ടിപ്പും വെട്ടിപ്പും കാണിച്ചാൽ അന്വേഷിക്കരുത് എന്നാണോ കോൺഗ്രസ് പറയുന്നത്? പുതിയ ഭാരതത്തിൽ റാണയാണെങ്കിൽ പോലും രാഹുൽ ഗാന്ധി ആണെങ്കിൽ പോലും കുറ്റകൃത്യം ചെയ്താൽ അവർ പിടിക്കപ്പെടുക തന്നെ ചെയ്യും. കേട്ടല്ലോ മറുപടി. നിങ്ങൾ എത്ര കിടന്ന് പ്രതിഷേധിച്ചാലും, അതായത് ആവശ്യമില്ലാതെ പ്രതിഷേധിച്ചാലും ഒരു കാര്യവുമില്ല. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടും. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ജയിലിൽ കിടന്ന് ഉണ്ട തിന്നുമെന്നാണ് അദ്ദേഹം നൈസായിട്ട് പറഞ്ഞത്. അതേസമയം രാഹുൽ ഗാന്ധിയെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം, മുഖച്ഛായ ജനങ്ങളുടെ മുമ്പിൽ എങ്ങനെ രക്ഷിച്ചെടുക്കാം, എങ്ങനെ കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാം, എങ്ങനെ മോദിയെ ചീത്ത വിളിക്കാം, അങ്ങനെ പല കാര്യങ്ങളും ചർച്ച ചെയ്യാൻ കോൺഗ്രസ് യോഗം ചേരുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. സത്യമെന്നും സത്യം തന്നെയാണ്. അത് പുറത്തു തന്നെ വരും. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.